ഹായ് ഓൾ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക, എങ്ങനെയാണ് പുതുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുമ്പായിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷന് പുതുതായിട്ട് എങ്ങനെ അപേക്ഷ കൊടുക്കാം, എങ്ങനെയാണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും എങ്ങനെയാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വർഷാവർഷം റിന്യൂവൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, foscos.fssi.gov.in. ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ മുകളിലോട്ട് സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ ബിസിനസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈസൻസ് നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അപ്ലൈ ഫോർ റിന്യൂവൽ വിത്തൗട്ട് സൈൻ ഇൻ, നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലോഗിൻ ബിസിനസ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ കാണുന്ന എൻ്റെ ലൈസൻസ് നമ്പറും പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈസൻസ് നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഈ റിന്യൂവൽ ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് കണ്ടോ, റിന്യൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൈസൻസ് ആണ് നിങ്ങൾ റിന്യൂവൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആക്ഷൻ എന്ന ഭാഗത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ആർ യു ഷുവർ ടു അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രം വരുത്തി കൊടുത്താൽ മതി. മാറ്റങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നേരെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നമ്മൾ എന്ത് ചെയ്യാൻ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. സേവ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഫുഡ് കാറ്റഗറി എന്താണോ അതൊന്നും കൂടെ നിങ്ങളുടെ പോപ്പ് മെസ്സേജ് ആയിട്ട് കാണിക്കും. നിങ്ങൾ താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയും നമ്മുടെ ഐ ഡി പ്രൂഫ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് മാറ്റം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മാറ്റം വരുത്തേണ്ടതില്ല, നേരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത്. ആ ഡിക്ലറേഷൻ ടിക്കറ്റ് കൊടുക്കുക. ഇനിയോട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടോ, 200 രൂപയാണ് എമൗണ്ട്. കാരണം നമ്മൾ 2 വർഷത്തേക്ക് എടുത്തുകൊണ്ടാണ് ഇവിടെ 200 എന്നുള്ള കാണിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ GST നമ്പർ ചോദിക്കുന്നുണ്ട്. GST നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ശേഷം താഴെ കാണുന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ഡാറ്റകളൊക്കെ വെച്ചിട്ടുള്ള പ്രിവ്യൂ നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് പോകും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫീ എത്രയാണോ ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നിലവിലെ പുതിയ അപ്ഡേഷൻ പ്രകാരം റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതോറിറ്റിയുടെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്യൂഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇഷ്യൂഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ.